ചേട്ടാ ആ നാളെ ഉപതെരഞ്ഞെടുപ്പ് അതിന്റെ ചൂടിലായിരുന്നു എല്ലാരും. അതെ നാളെ അപ്പൊ അതിന് വിരാമമായി. നാളെ അതെ ഫലം വരും. ആ പാലക്കാടാണ് എല്ലാരും ഉറ്റുനോക്കുന്ന ഒരു നിയോജകമണ്ഡലം. അതെ അപ്പൊ പാലക്കാട് ആകെ മൊത്തം 1,37,302 വോട്ടാണ് വരുന്നത്. അതെ പാലക്കാട് നഗരസഭയിൽ നിന്നാണ് വോട്ടെണ്ണൽ തുടങ്ങുന്നത്. അതെ 75,884 വോട്ടോളം നഗരസഭയിലുണ്ട്. ഉവ്വ. ഇത്തരത്തിൽ അവിടെ തുടങ്ങുമ്പോ ആർക്കായിരിക്കും ഒരു ലീഡ്? എങ്ങനെയായിരിക്കും സാഹചര്യം? ഇതില് വോട്ടെണ്ണൽ തുടങ്ങി പാലക്കാട് നഗരസഭ എണ്ണി തുടങ്ങുമ്പോൾ BJP തുടക്കം മുതലേ തന്നെ കുതിച്ചു കയറാനുള്ള സാധ്യതയാണ് കാണുന്നത്. കാരണം പാലക്കാട് നഗരസഭയിൽ 75,000 വോട്ടുകൾ എണ്ണിക്കഴിയുമ്പോൾ BJPക്ക് ഒരു 5,000 വോട്ടിന് മുകളിൽ ഭൂരിപക്ഷത്തിലേക്ക് BJP എത്തുകയാണെങ്കിൽ BJPക്ക് ഒരു പ്രതീക്ഷയ്ക്ക് സാധ്യതയുണ്ട്. കാരണം 5,000-ന് താഴെയാണ് വരുന്നതെന്നുണ്ടെങ്കിൽ BJPയുടെ പ്രതീക്ഷകൾക്ക് ലേശം മങ്ങലേൽറ്റു എന്ന് തന്നെ പറയാൻ പറ്റും. അപ്പോൾ പാലക്കാട് നഗരസഭയിലെ വോട്ടെണ്ണി തുടങ്ങുന്ന സമയത്ത് തന്നെ നമ്മൾക്ക് ഈ ലീഡ് നിലയുടെ നഗരസഭയുടെ വോട്ടെടുപ്പ് കഴിഞ്ഞാൽ തന്നെ ഏകദേശം ഒരു ഐഡിയ കിട്ടുന്നതായിരിക്കും. അടുത്തത് പാലക്കാട് നഗരസഭ എണ്ണി കഴിഞ്ഞാൽ അതെ 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 അവിടെ ഏകദേശം 26,265 വോട്ടുണ്ട്. അതെ അതെ അവിടെ എങ്ങനെയായിരിക്കും? പിരായിരി പഞ്ചായത്ത് എണ്ണിക്കഴിയുമ്പോൾ സ്വാഭാവികമായിട്ടും അവിടെ UDFന് വളരെയധികം ലീഡുള്ള പഞ്ചായത്താണ്. ആ പഞ്ചായത്തിൽ വോട്ട് എണ്ണിക്കഴിയുമ്പോൾ UDF ഒരു 1,000 വോട്ടോ 1,500 വോട്ടോ ഈ BJP നഗരസഭയിൽ എടുക്കുന്ന ലീഡിനെ മറികടന്നുകൊണ്ട് പിരായിരി പഞ്ചായത്തിൽ UDF 1,000 വോട്ടോ അല്ലെങ്കിൽ 1,500 വോട്ടോ ലീഡ് എടുക്കുന്ന സ്ഥിതി വരികയാണെങ്കിൽ പിന്നെ BJPക്ക് ആ മണ്ഡലത്തിൽ യാതൊരു സാധ്യതയില്ല എന്നുള്ളത് ഉറപ്പായിട്ട് നമുക്ക് വിശ്വസിക്കാം. കാരണം UDFന്റെ വിജയത്തിലേക്കായിരിക്കും അടുത്ത സ്റ്റെപ്പ് പോവുക. കാരണം അതിനുശേഷം മാത്തൂര്, കണ്ണാടി പഞ്ചായത്തുകൾ ചെറിയ തോതിൽ LDFന് മുൻതൂക്കമുള്ള പഞ്ചായത്തുകളാണ്. അവിടെ 3 മുന്നണിക്കും ഒപ്പം വോട്ടുകൾ പങ്കിട്ടെടുക്കുകയാണെങ്കിൽ പിരായിരി പഞ്ചായത്തിൽ കിട്ടിയ ആ ചെറിയ ലീഡുമേ കടിച്ച് തൂങ്ങിക്കൊണ്ട് UDFന് ജയിച്ചു വരാനുള്ള സാധ്യത വളരെയധികമാണ്. മാത്തൂര്, കണ്ണാടി പഞ്ചായത്തിൽ LDFനാണ് ലീഡ് കൂടുതൽ വരുന്നു എങ്കിലും നഗരസഭയിൽ പാലക്കാട് നഗരസഭയിൽ LDFന് കാര്യമായ വോട്ടുകളുടെ വിഹിതം കിട്ടാനുള്ള സാധ്യത ഇല്ലെങ്കിൽ LDF സ്വാഭാവികമായിട്ട് 3-ാം സ്ഥാനത്തേക്ക് തന്നെ പോകാനാണ് സാധ്യത. കാരണം ഈ ആദ്യത്തെ പാലക്കാട് നഗരസഭയിൽ ഒരു 7,000-8,000 വോട്ടൊക്കെ BJP ലീഡ് എടുക്കുകയാണെങ്കിൽ ഉറപ്പായിട്ട് തന്നെ നമുക്കൊരു മണിക്കൂറിനുള്ളിൽ തന്നെ ഏകദേശം പാലക്കാട് ആര് ജയിക്കുന്നു പറയാൻ സാധിക്കും. അവിടുത്തെ ഭൂരിപക്ഷം പാലക്കാട് നഗരസഭയിലെ ഭൂരിപക്ഷം വളരെ നിർണായകമാണ്. കാരണം ശരിക്കും ഈ 2 പഞ്ചായത്ത് പാലക്കാട് നഗരസഭയും പിരായേരി പഞ്ചായത്തും കഴിഞ്ഞാൽ തന്നെ ഏകദേശം നമുക്ക് വ്യക്തമാവും എവിടേക്കാണ് മുന്നോട്ട് പോകുന്നത്. പക്ഷെ ഈ 2 പഞ്ചായത്ത് ഒപ്പത്തിൻ്റെ ഒപ്പമാണ് തുല്യ ദിശയിലാണ് എന്നുണ്ടെങ്കിൽ മാത്തൂര്, കണ്ണാടി പഞ്ചായത്തുകൾ വളരെ നിർണായകമായിരിക്കും. അവിടെ 3 പാർട്ടിക്കും ഏകദേശം ഈക്വലൈസ് ചെയ്ത് വോട്ട് വരാനുള്ള സാധ്യത കാണുന്നതാണ്. അപ്പൊ അവിടെ വെച്ച് കഴിഞ്ഞാൽ അപ്പോൾ അവസാന സമയം വരെയും ഒന്നും പറയാൻ പറ്റാത്ത അവസ്ഥയിൽ വരും. ഇതിലും ഒരു ചെറിയ ഒരു എഡ്ജിന് UDF ജയിക്കാനുള്ള സാധ്യതയായിരിക്കും മാത്തൂര്, കണ്ണാടി പഞ്ചായത്തിലെ വോട്ടെടുപ്പ്. കാരണം ന്യൂനപക്ഷ വോട്ടുകൾ ഭൂരിഭാഗം ഒരു പ്രത്യേക കേന്ദ്രത്തിലേക്ക് തന്നെ ചെരിഞ്ഞു പോയിട്ടുണ്ടാവാനുള്ള ഒരു സാധ്യതയാണ് നിലവിലുള്ളത്. കാരണം കേരളത്തിൽ ഇന്നത്തെ വർത്തമാനകാല രാഷ്ട്രീയത്തിലെ അവസ്ഥ വെച്ച് ആ ഒരു സാധ്യതയിൽ ഇടതുപക്ഷത്തിലേക്ക് കാലാകാലങ്ങൾ പോയിരുന്ന ന്യൂനപക്ഷ വോട്ടുകൾ ഒരു പക്ഷേ UDFിലേക്ക് തന്നെ ഷിഫ്റ്റ് ചെയ്യപ്പെടുകയാണെങ്കിൽ സ്വാഭാവികമായിട്ട് UDFന് ഒരു ചെറിയ ഭൂരിപക്ഷത്തിന് ജയിക്കാനുള്ളൊരു ആ രീതിയിലേക്ക് കാര്യങ്ങൾ എത്തിപ്പെടാനാണ് ഇപ്പോഴത്തെ അവസ്ഥയിൽ സാധ്യത. എന്തായാലും പാലക്കാട് നഗരസഭയിൽ വോട്ടെണ്ണി തുടങ്ങുമ്പോൾ അവിടുത്തെ ലീഡ് നില വൻ കുതിപ്പ് BJP നടത്തി ചിലപ്പോൾ ഒരു ഒറ്റ ഇതിൽ 10,000 വരെയൊക്കെ എത്താമെന്ന്. അങ്ങനെയാണെങ്കിൽ നമുക്ക് ഉറപ്പിക്കാം BJP തന്നെ ജയിക്കുന്നത് എന്നാണ് നമുക്ക് പാലക്കാടിനെ പറ്റി ഇപ്പോഴത്തെ ഈ വോട്ടെണ്ണതിന് മുന്നുള്ള നമ്മുടെ ഒരു അഭിപ്രായം. വിലയിരുത്തൽ ഇപ്പോഴത്തെ അവസ്ഥയിലുള്ള വിലയിരുത്തൽ. ഓക്കെ.